അടിപൊളി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മലബാർ സ്റ്റൈലിൽ ബിരിയാണി വെക്കാൻ പോവാണ്. ഞാനും അമ്മയാണ് ഇന്നത്തെ പ്രധാന ഷെഫ് എന്ന് പറയുന്നത്. അത് എന്താ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള കാരണം എന്താന്ന്? ബിരിയാണി ഉണ്ടാക്കാൻ ഐഷു എന്തായാലും വിഷുവിന് ഉണ്ടാവില്ല. അപ്പം പിന്നെ ഐഷുവിന് ഒരു ബിരിയാണി വെച്ചെടുക്കാൻ വിചാരിച്ചു. നാളെ അവള് കളിക്ക് പോവുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ. ഇന്നത്തെ ബിരിയാണീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരൊറ്റ മസാല മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, വേറൊരു മസാല ഐറ്റംസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഫുൾ വീഡിയോ വാച്ച് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഐശ്വര്യമായ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിത് നേരെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ബിരിയാണീൻ്റെ ആ ഒരു സ്റ്റോക്കാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കനൊക്കെ ഇട്ടിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഭയങ്കര സ്ലൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. ബിരിയാണി കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നെയ്യ് ചൂടാവട്ടെ ഗൈസ്. നെയ്യ് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിട്ട് കൊടുക്കാം. എനിക്കിത് കഴിഞ്ഞിട്ടൊരു ആവശ്യമുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കും ഗൈസ്. അപ്പം നമ്മളിതാ ബിരിയാണീൻ്റെ ഉള്ളി, അതാണ് മെയിൻ സ്റ്റെപ്പ്. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നന്നായിട്ട് എത്രത്തോളം ഉള്ളി വാടുന്നു ഭയങ്കര ജോലി. അത് ശരിയാ. അപ്പം അത് നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാറുള്ളൂ. മെയിൻ അറിയാലോ, ഉള്ളിയാണ് ബിരിയാണീൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ. നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടും. ഇതൊരു പ്രോപ്പർ മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. മലബാർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവല്ലോ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. കോഴിക്കോടിലെ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന മലബാർ ബിരിയാണി. അപ്പോൾ ആ സെയിം ബിരിയാണിയാണ്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങൾ ട്രൈ ചെയ്യാം. ഇത് നോക്കിയതിന് ശേഷം ഇതൊന്ന് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യില്ല. നമ്മളിതിപ്പോൾ ഒരു 6ാമത്തെ പ്രാവശ്യമാണ് ബിരിയാണി. ബിരിയാണി ഇവിടെ ഫ്ലോപ്പ് ആട്ടോ. പക്ഷെ ഇവിടെ മന്തി അമ്മ അടിപൊളിയായിട്ട് വെക്കും ബിരിയാണി. ഒരു വീഡിയോ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ മന്തിന്ന് ഒരു ഫുൾ വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബിരിയാണി 6 തവണയും ഫ്ലോപ്പ് ആയത്. പക്ഷെ അന്ന് ബിരിയാണി നന്നായിരുന്നേ. ഞാൻ ഈ കഴിഞ്ഞ ഉള്ളി സാധനമൊക്കെ തോന്നിപ്പോയി. എനിക്ക് കുറച്ച് അധികം നിന്നോട്ടെ ഇതെല്ലാം ആർഭാടമാക്കി. പക്ഷെ ബിരിയാണിയിൽ ആർഭാടം പാടില്ല. അത് പിന്നെ ഇതിൻ്റെ ഒരു ട്രാക്ക് ക്ലിയർ ആയപ്പോൾ നല്ല ബിരിയാണിയായിരുന്നു. പക്ഷെ എല്ലാം കൂടുതലായിട്ട് കടിച്ചിട്ട് ബിരിയാണി നന്നായില്ല. പക്ഷെ അതിന്റെ ശേഷമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം വെച്ചത് നന്നായിരുന്നു. സൂപ്പർ ആയിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പറയുള്ളതില്ലത് ഓരോന്ന് മുഖത്തൊക്കെ കാണാനും കൊഞ്ചുണ്ട് എന്നിട്ടോ അതൊക്കെ വെറുതെ പറയാം. കാണാൻ കുഴപ്പമില്ല. ഇപ്പൊ ഇന്ന് എന്താവും നോക്കാം. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടേണ്ട ടൈമായി നോക്കാം. ഇതിലോട്ടോ വാടേണ്ടത് നമ്മൾ ഇതിലോട്ട് ഡയറക്റ്റ് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ഹെൽപ്പറാണ് അമ്മ. ബിരിയാണിൻ്റെ ഹെൽപ്പർ. ഇത് തുണി എടുത്തില്ല ഗൈസ്. എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. തുണി അമ്മ എടുക്കാൻ പോവാണ്. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു. സാധാരണ ഉള്ളി വാടാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഉപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ കല്ലുപ്പേ ഇല്ലേന്ന് കഴിച്ചു. അമ്മ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാനിവിടെ പൊടിയിട്ട് ഇല്ലാതുള്ള കാര്യമാണ്. അപ്പം നമ്മൾ നേരെ ജാറിലിട്ട് കല്ലുപ്പ് പൊടിച്ചെടുക്കും. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കുറച്ചൊരു ഇതായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയും. അമ്മ ഇതുവരെ ട്രൈ ആക്കില്ല. നെയ്ച്ചോറും ചിക്കൻ കറി, ചിക്കൻ സ്റ്റോക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ബിരിയാണി എന്തോ ഞങ്ങൾക്ക് പണ്ടേ ഒരു ഇത് കിട്ടാത്ത, അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാവരും പറയുന്നൊരു കാര്യം, ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡ് ഐറ്റം ബിരിയാണിയാണ്. പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നു. പക്ഷെ എനിക്കൊക്കെ അത് ഭയങ്കര മെനക്കെട്ട പണിയായിട്ടാണ് ഫീൽ ആയത്. ഇത് നല്ല ചോറും കറിയാകുന്നത്. അതൊക്കെ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാണ്. പക്ഷെ അമ്മയും അച്ഛനൊക്കെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിർത്തിക്കാള് അതിന് ബിരിയാണി ഇവിടെ വെക്കരുത്, കാരണം വേസ്റ്റ് ആയിട്ട്. എന്നിട്ടും ഞാൻ വെട്ടിയില്ലേ കഴിച്ചു. ഞാൻ പിന്നെ ഈ സാധനം ഉണ്ടാക്കും. അപ്പൊ ഇന്നത്തെ ബിരിയാണിയിൽ ഞാൻ ഭയങ്കര
കോൺഫിഡൻ്റ് ആണ്. കാരണം പക്ഷെ കഴിഞ്ഞൊക്കെ വെച്ചത് നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം നമ്മളങ്ങനെ തളരാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് കേൾക്കുമ്പോഴത്തേക്ക് തളർന്നൊന്നും പോകില്ല. ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ തളരില്ലേ. ഇപ്പം ഞാൻ തളർന്നൊന്നുമില്ല. ഇപ്പം ഞാൻ വീണോടൊന്ന് പിന്നെ ഇറങ്ങി ഓടുക കേസ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അഹങ്കാരത്തിലാണ് ഇന്നത്തെ ബിരിയാണി നിങ്ങൾ വിചാരിക്കേണ്ട. ആവേശത്തിലാണ് നമ്മളിത് ബിരിയാണി വെക്കാൻ പോകുന്നത്. സോ ഉണ്ടാവുന്നത് ലാസ്റ്റ് അമ്മയാണ് ഇന്നത്തെ ഫസ്റ്റ് ടേസ്റ്റർ. എന്ത് കാര്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അമ്മേനെ കൊണ്ട് തന്നെയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യിപ്പിക്കുക. ഒന്ന് വേവിട്ട് അതുവരെ നമുക്കൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ജിഞ്ചറും ഇത് മൂന്നും കൂടെ ചോപ്പ് ചെയ്യണം. നന്നായിട്ട് പേസ്റ്റ് ചെയ്യരുത്. ഇതേപോലെ ചോപ്പ് ചെയ്താലേ ഉള്ളൂ ആ ഒരു മസാലേൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജിഞ്ചറും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരെ നന്നായിട്ടത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഗൈസ്, അപ്പം നല്ല നമ്മളിപ്പോൾ ഇട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റല്ല ചതച്ചിട്ടിടുക. അത് നന്നായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഇതിലേക്ക് പിടിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരികയും ഇപ്പോൾ കാണിച്ചത്. നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു കണക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ല, എല്ലാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബിരിയാണി ആവുക. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം തക്കാളി ഇട്ട് കൊടുക്കാം. എന്താ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബിരിയാണി ഉണ്ടാക്കുക അമ്മേൻ്റെ ചേച്ചിയാണ് രാജീവ്. പ്രത്യേകം ഇങ്ങനെ അമ്മയുടെ ചേച്ചി എന്നൊക്കെ പറയാം. സാമ്യം തോന്നുന്നുണ്ടോ? ഇങ്ങനെ ബിരിയാണി എൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ? സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കണ്ടിട്ടൊക്കെ ഉണ്ട്. കൊള്ളാം. കഴിച്ചിട്ട് പോയാൽ മതി. ആദ്യം നമുക്ക് പരീക്ഷണ ആൻറ്റിക്കാണ് കൊടുക്കാം. അതിൻ്റെ തെറ്റെങ്കിൽ വേഗാവും. കഴിച്ചിട്ട് പോകാം. 10 മിനിറ്റ് സമയമില്ല ആണോ? ഗൈസ്, അപ്പം നമ്മൾ തക്കാളി ഇട്ടോട് തക്കാളിയും നന്നായിട്ട് വൈകുന്നതുകൊണ്ട് ചേർന്നുണ്ട്. ഭയങ്കരമായിട്ട് മർജാവണം എല്ലാം കൂടെ. നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. ആദ്യമായിട്ടാണ് ഞാൻ തൈരിട്ട് ബിരിയാണി വെക്കുന്നതിന് മുന്നേ ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുത്തില്ല. പല വീഡിയോസിലും തൈരൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കിനി കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇന്നറിയാം തൈരും കൂടെ ആഡ് ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. തൈര് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. തൈരിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ലെമണും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. കിട്ടുന്നുണ്ടോ? ഗൈസ്, നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ച് കഴിക്കാം. അടിപൊളി സ്മെല്ല്. ഈ നേരം നമ്മൾ യാതൊരു പൊടിയൊന്നും ഗരം മസാല, ചിക്കൻ മസാല അല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒരു ഐറ്റംസ് ആഡ് ആക്കിയില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മൾ തന്നെ പൊടിച്ചെടുത്ത ബിരിയാണി മസാല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഒരൊറ്റ മസാല മാത്രം മതി. അത് നമ്മൾ സ്പൂണിലൊന്നും ഇടണ്ട, ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ആയിട്ട് ഫ്രൈഡ് ചെയ്ത ഒണിയനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിനി ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈഡ് ചെയ്തെടുക്കാം. ഒണിയൻ നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് കുറച്ച് ഒണിയൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ തിളച്ചതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ പുതിനയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. കുറച്ച് അധികം മല്ലിയിലയും പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുന്ന സമയത്ത്
നമ്മളിനി കുറച്ച് ഫ്രൈഡ് ചെയ്ത ഉള്ളി കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. മസാല ഓഫാക്കാം. മസാല ഓക്കെ, ഓഫായിക്കോ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഗൈസിന് കുറച്ച് സ്പൈസസ് ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കറാമ്പട്ട, പട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ 1 കിലോ അരി ആട്ടോ എടുക്കുക. 1 കിലോ അരി കണക്കാക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അതനുസരിച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് നമ്മളിതാ ഇങ്ങനെ റൈസ് ഒന്ന് കഴുകിയിട്ട് ഊറ്റി വെക്കണം. കുറേ ആൾക്കാർ നമ്മൾ വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം കുതിർത്തുന്ന കാണാം. ശരിക്കും അത് ചെയ്യുന്നതിലും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുന്നതാണ്. നന്നായിട്ട് ആ വെള്ളം പൊക്കിയെടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇങ്ങനെ അരി ഇട്ട് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ അരി അടി പിടിക്കില്ല. ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ അടി പിടിക്കുന്ന മാത്രമല്ല വിട്ടും കിട്ടും. കട്ട പിടിച്ച് കിടക്കില്ലാണ് റൈസ്. അങ്ങനെ 2-3 ഗുണങ്ങളുണ്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. കപ്പിന് കണക്കാക്കിയിട്ടാണ്. ഇനി ഒരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു കപ്പിന് കണക്കാക്കി കേട്ടോ വെള്ളം എടുത്ത്. 3 കപ്പായിരുന്നു അരി. അപ്പം നമ്മൾ 1 കപ്പിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ. ഉപ്പിടൽ കർമ്മത്തിലേക്ക് എന്നെ വിളിച്ചത്. ഉപ്പ് അതിയായി പോയാൽ അമ്മന്റെ തലക്കിട്ട് പിടിക്കാനോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടല്ലേ അമ്മക്ക് തന്നെ അറിയാം. ഞാൻ ഇതുവരെ ഇത്രയും കാലം ഉണ്ടാക്കുന്ന സമയത്ത് അമ്മേനെ കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേജ് ചെയ്യിപ്പിക്കാറ്. കാരണം എനിക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. ബാക്കി എല്ലാത്തിനാക്കും ബിരിയാണി ഇത് ചെയ്യുമ്പോൾ ഉപ്പ് ഇടണം. ബാക്കി എല്ലാത്തിനും ഞാൻ ഉപ്പിടും. കാരണം അതൊരു കണക്കിന് നല്ലതാണ്. ഉപ്പ് കൂടിപ്പോണ്ട വിചാരിച്ചിട്ടാണ്. കൂടിപ്പോയാൽ അമ്മ ഇട്ടിട്ടാണ് ബാക്കി എല്ലാം റെഡി. അമ്മ ഇപ്പിട്ടിട്ട് ഉപ്പ് കൂടുതലായി പോയി എന്നുള്ളൊരു. ഗൈസ്, അപ്പം നമ്മളെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് നേരെ ദമ്മിടാം. അപ്പം നമുക്ക് ദമ്മിടുന്ന കാരണം കഴിഞ്ഞാൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ചൂടൊക്കെ തന്നെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ലെയർ ചെയ്ത് കൊടുക്കാം. വിട്ട് വിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് മഞ്ഞളിൽ പാലാക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറും കിട്ടും, പ്ലസ് ബിരിയാണിക്ക് നല്ലൊരു കളറും ഉണ്ടാവും കേട്ടോ. 4 എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുഴിയിൽ വെച്ച് കൊടുക്കുക. നമ്മളിതിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റാണ്. നമ്മളിങ്ങനെ പ്രോപ്പർ ദമ്മൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്ത് ഒന്നൊന്ന് മിക്സ് ആവുക. അതിൻ്റെ സ്മെല്ലും ഫ്ലേവറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ സെറ്റ് ബിരിയാണി ഗൈസ്. നമുക്കിത് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇത് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അമ്മയാണ് സെർവ് ചെയ്യുന്നത്. കുട്ടികളെ ഇളക്കി മറക്കൂ. സ്മെല്ല് എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മൾ വെച്ച മുട്ടയും അതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കിഡിലൻ ബിരിയാണി. യെസ്, ഞാനും അമ്മയൊന്നും ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മളെ ബിരിയാണി കഴിച്ചോക്ക്. ചിക്കൻ മിക്സ് ചെയ്യും.
നല്ല അടിപൊളി. പൊളിയാ? പൊളി പൊളി. അമ്മ കഴിക്കുന്ന ഞാൻ കഴിക്കട്ടെ. അത്ര ടേസ്റ്റ്, സൂപ്പർ, അടിപൊളിയല്ലേ? സൂപ്പർ ബിരിയാണി. പറച്ചോര് ഞാൻ ബിരിയാണി ഷെഫായി. അത്രയും കിഡിലൻ ബിരിയാണി കഴിച്ചു. ഞങ്ങളിത് കഴിച്ചു തീർക്കട്ടെ. നമ്മുടെ ബിരിയാണീൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നവരൊരു ബായ് കൊടുക്കുക. കഴിക്കി. ബൈ.